വോട്ട് വാർത്തയുമായി എത്തിയ ആ ദിവസം അന്ന് അവിടെ ആയിരങ്ങൾ പങ്കെടുത്ത വനിതാ റാലിയുടെ സമാപനത്തിന്റെ മുഹൂർത്തത്തിലാണ് ഞങ്ങൾ ആ ഗുരുവായൂർ നടയിലെത്തിയത്. അവിടെ നിരവധി ആരാധകരെ ഞാൻ കണ്ടു. അതിലൊരു അവിടെ കണ്ട ആരാധികയല്ല, താങ്കൾ ഇതുവരെ കാണാത്ത ഒരു ആരാധികയാണ് ഞാൻ. താങ്കളുടെ വലിയ ഫാനാണ്. ഇൻസ്റ്റഗ്രാം തുറന്നാൽ ബി ഗോപാലകൃഷ്ണൻ തരംഗമാണ്. സാർ, എങ്ങനെയാണ് ഈ എനർജി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇപ്രാവശ്യത്തെ കൊട്ടിക്കലാശം ഞാൻ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. വെറൈറ്റി സ്റ്റെപ്പുകൾ ഞാനത് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും എങ്ങനെയാണ് ഈ ആവേശത്തിൻ്റെയും അല്ലെങ്കിൽ ഈ ഊർജത്തിൻ്റെയും ആ പിന്നിലെ രഹസ്യം അതെന്താണ്? പ്രേക്ഷകരോടൊന്ന് പറയാം. അത് ഗുരുവായൂരപ്പനാണ് അതിൻ്റെ എനർജിയുടെ അടിസ്ഥാനം. ആദ്യം അത് പറയാം, ഗുരുവായൂരപ്പൻ മണ്ഡലമാണല്ലോ, അപ്പോൾ ഗുരുവായൂരപ്പനായിരുന്നു എനർജിയുടെ അടിസ്ഥാനം. രണ്ടാമത്തെ കാര്യം, നമുക്കൊരു ആശയവും ഒരാദർശവും ഉണ്ട്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കാലങ്ങളേറെയായി അടിസ്ഥാനപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ പാർട്ടിയുടെ വിജയം, ആ പാർട്ടിയുടെ ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആ ആശയവും ആദർശവും ജനങ്ങളിൽ എത്തിച്ച് ജനങ്ങളുടെ സ്വാധീനം, ജനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കുക, ആ ആശയത്തിന് സ്വീകാര്യത ഉണ്ടാക്കുക എന്നത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ കടമയാണ്. ആ കടമ നിർവഹിക്കാൻ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ എനർജി മുഴുവൻ എടുക്കണം. ആ എനർജി എടുത്ത് ആ ഒരു ആത്മാർത്ഥതയോടുകൂടി 100% ഹൃദയത്തിൽ ആശയവും ആദർശവും അതുപോലെ ആത്മാർത്ഥതയും നിറഞ്ഞ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുക എന്നതാണ് ഒരു സ്ഥാനാർത്ഥിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചുമതല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഫ്രാങ്കായിട്ട് പറയുകയാണ്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകനായ കാലം മുതൽ തന്നെ രാവിലെ എഴുന്നേറ്റാൽ യോഗയും അതുപോലെ തന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള എക്സർസൈസും എല്ലാം ഞാൻ സ്ഥിരം ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ എനർജി ലെവൽ എല്ലാ കാലഘട്ടത്തിലും എനിക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഞാൻ സ്ഥിരം 1 മണിക്കൂർ പന്ത് കളിക്കും, രാവിലെ ഫുട്ബോൾ കളിക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണനെ തടസ്സപ്പെടുത്താൻ പാടില്ല. കോടതിയിൽ കയറി നിൽക്കുമ്പോൾ ജഡ്ജി അങ്ങ് ചിലപ്പോൾ തടസ്സപ്പെടുത്തുന്നുണ്ടാവും. ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഈ ചിരിയാണ് കേട്ടോ ഹൈലൈറ്റ്. അല്ല, ഞാൻ ഒരു റെസ്പോൺസ് വരാണ്ടായപ്പം, കാരണം മുമ്പിൽ ടി വി ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ 1 മണിക്കൂർ അതെ 1 മണിക്കൂർ നേരം ഞാൻ രാവിലെ 1 മണിക്കൂർ നേരം രാവിലെ ഞാൻ ഫുട്ബോൾ കളിക്കും. പിന്നെ ഇതിനൊക്കെ അപ്പുറത്ത് ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം ഇങ്ങനെ ചാനലിൽ തുറന്നു പറയാൻ പാടില്ലാത്തതാണ്. ചോദിക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യല്ലോ. ആ രഹസ്യം എന്ന് പറഞ്ഞാൽ ആ രഹസ്യം എൻ്റെ ഡാൻസിലും എൻ്റെ പുതിയ സ്റ്റെപ്പിലും അതുപോലെ തന്നെ എൻ്റെ അശ്രാന്തമായ പരിശ്രമത്തിലും ഒക്കെ പിന്നിലുള്ള ഒരു രഹസ്യം എൻ്റെ കുടുംബമാണ്. ഞാൻ ഏതാണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം എൻ്റെ ഭാര്യയുമായിട്ടും മക്കളുമായിട്ടും ഒക്കെ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യ ഈ കാര്യത്തിലൊക്കെ വലിയ പ്രോത്സാഹനം നൽകാറുണ്ട്. പ്രത്യേകിച്ച് ഡോക്ടർ ആശ, എൻ്റെ ഭാര്യ, സക്ഷമയുടെ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡൻ്റാണ്, സംഘകുടുംബമാണ്. അപ്പോൾ അത് ആ ലക്ഷ്മണരേഖയിൽ നിന്നുകൊണ്ട് നമ്മുടെ ആശയവും ആദർശവും പ്രദാനം ചെയ്യാൻ എങ്ങനെയൊക്കെ കഴിയുമോ അതൊക്കെ ചെയ്യാനുള്ള പ്രോത്സാഹനം എൻ്റെ കുടുംബം എനിക്ക് തരാറുണ്ട്. ഈ ഡാൻസിൻ്റെ സ്റ്റെപ്പ് അടക്കം നല്ലൊരു കുടുംബജീവിതവുമായിട്ട് ചർച്ച ചെയ്ത്, പിന്നെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ അത് പറയാറുണ്ടല്ലോ, അതായത് ഞാൻ എൻ്റെ കുടുംബമായിട്ട് മാസത്തിലൊരിക്കൽ, എല്ലാ മാസത്തിലും ഒരിക്കൽ ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. ഇപ്പം മക്കൾ ദൂരെയാണ് പഠിക്കുന്നത്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരും അവർ. ഇപ്പം മാസത്തിൽ 2 മാസമൊക്കെ കൂടുമ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഫുഡൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടുവരും. ഒരു ദിവസത്തെ റെസ്റ്റാണ്. കാരണം ഞാനും എൻ്റെ ഭാര്യയൊക്കെ നന്നായി
അധ്വാനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും അധ്വാനിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനിടയിൽ ഒരു ദിവസം റെസ്റ്റൊക്കെ വേണമല്ലോ. സാധാരണ കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പരസ്പര ബന്ധമാണ്. നമ്മൾ നമ്മുടെ കുടുംബമായിട്ടുള്ള മക്കളായിട്ടും ഭാര്യയുമായിട്ടുള്ള ഒരു ഹൃദയബന്ധം ഉണ്ടാക്കണം. ആ ഹൃദയബന്ധം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എവിടെയൊക്കെ ഞാൻ യാത്ര ചെയ്യാൻ തീരുമാനിച്ചാലും ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എൻ്റെ കുടുംബത്തുണ്ടാവും. അതായത് അത് ഇപ്പോൾ ഉള്ളതല്ല, അത് BJP എല്ലാവർക്കും അറിയാം കേട്ടോ. BJP നേതാക്കന്മാർക്കും അറിയാം. ശനിയാഴ്ച അതെൻ്റെ വൈഫ് ഇപ്പോഴൊന്നുമല്ല, ഞാൻ വിവാഹം അതെ, ഹൃദയബന്ധത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ കുടുംബവുമായി മാത്രമല്ല നാട്ടുകാരുമായും അത്രമേൽ ഹൃദയബന്ധമുള്ള ഒരു നേതാവെന്ന് പറയേണ്ടി വരും. തീർച്ചയായും നാട്ടുകാരുമായി അത്രമേൽ ഹൃദയബന്ധമുള്ള നേതാവാണ്. എന്താ പറയുന്നത്, എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോടെ താങ്കളെ ഏറ്റെടുത്തു. അപ്പോൾ ആ സമയത്തും താങ്കളുടെ ആ ഒരു ആരാധക വൃന്ദത്തിൽ കുറച്ച് നിറം മങ്ങിക്കാൻ ചില ഗൂഢശക്തികളുടെ ശ്രമം ഉണ്ടായി. ഇപ്പോൾ നമുക്കറിയാം, ഗുരുവായൂരിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ 1950 ശേഷം ഒരു അത് വാസ്തവമാണ്, സത്യമാണ്. പക്ഷേ ചില സത്യങ്ങൾ പറഞ്ഞുകൂടാ എന്നാണ് മലയാളികൾ പറയുന്നത്. ചില സത്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെ പറയുന്നവർ വർഗീയവാദിയാകും. അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ വർഗീയവാദി എന്ന് പറഞ്ഞ് ഈ എതിരാളികൾ ചാപ്പ കുത്തുന്നത്. അങ്ങനെയല്ലേ? വളരെ ചുരുക്കം പേർ മാത്രമേ ഉള്ളൂ, ഭൂരിഭാഗവും അദ്ദേഹത്തിനൊപ്പമാണ്. എന്തുകൊണ്ടാകും ഗുരുവായൂരിൽ അങ്ങനെ ഒരു ഹിന്ദു MLA ഇത്രയും വർഷം? ഇതിലെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പറഞ്ഞോളൂ. എൻ്റെ അടിസ്ഥാനപരമായ വിഷയം, നമ്മൾ ഒരു മണ്ഡലത്തിൽ പോകുമ്പോൾ ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കാനായിട്ട് പോകുമ്പോൾ എനിക്ക് ചുരുങ്ങിയ ദിവസം മാത്രമേ ഗുരുവായൂരിൽ കിട്ടിയിരുന്നുള്ളൂ. കാരണം ഞാൻ 1-2 മാസമായിട്ട് കൊടുങ്ങല്ലൂരിലാണ് ഞാൻ മത്സരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ കൊടുങ്ങല്ലൂർ സംസ്ഥാന നേതൃത്വത്തോട് സംസാരിച്ചു. സംസ്ഥാന നേതൃത്വവും ബാക്കി എല്ലാവരും കൊടുങ്ങല്ലൂരാണ് ശരി, കൊടുങ്ങല്ലൂർ പോയി പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ സംഘടനാപരമായിട്ടുള്ള ചില കാരണങ്ങളാൽ സംഘടനയ്ക്ക് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം അവസാന സമയം 2020 വിട്ടുകൊടുക്കേണ്ടി വന്നു. അതൊക്കെ സംഘടനാപരമായിട്ടുള്ള വിട്ടുവീഴ്ചകളും സംഘടനാപരമായിട്ടുള്ള ഒരു മുന്നണി ഐക്യവുമാണ്. അപ്പോൾ പിന്നെ എന്തു വേണം എന്നുള്ളത് ആ സമയത്താണ് ചിന്തിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, പുതുക്കാടുണ്ട്, വടക്കാഞ്ചേരിയുണ്ട്, ഗുരുവായൂരുണ്ട്, ഇത് 3 എണ്ണമാണ് ഇപ്പോൾ ഉള്ളത്, ബാക്കിയെല്ലാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. കാരണം ആദ്യത്തെ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും, അതുവരെ അതിന് ശേഷവുമൊക്കെ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ് ഞാൻ പോയി താമര വരെ വരച്ചതാണ്. അപ്പോൾ അവിടുത്തെ അടിത്തട്ടിൽ എല്ലാ പഞ്ചായത്തിലും വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ബൂത്ത് ലെവൽ വർക്ക് ഡെവലപ്പ് ചെയ്തു വന്നതാണ്. വളരെ നല്ല സ്കോപ്പുള്ള ഒരു മണ്ഡലവുമായിരുന്നു. അപ്പോൾ ആ ലാസ്റ്റ് മിനിറ്റിലാണ് എന്നോട് ചുമതലപ്പെട്ട ആളുകൾ പറയുന്നത്, ഇത് 3 എണ്ണമുണ്ട്, ഏത് വേണം? അപ്പോൾ പിന്നെ ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല, ഗുരുവായൂരപ്പൻ്റെ നാടായിക്കോട്ടെ, ഗുരുവായൂരപ്പൻ്റെ മണ്ണായിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മളൊരു മണ്ഡലത്തിലേക്ക് കേവലം 22 ദിവസം ബാക്കിയുള്ളപ്പം ഞാൻ ചെല്ലുന്നു. ആ മണ്ഡലത്തെപ്പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നു. 1 മണിക്കൂർ നേരം ആ മണ്ഡലത്തിൻ്റെ എന്തൊക്കെയാണ് ആ മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ എന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിന് വാസ്തവത്തിൽ മറ്റൊരു രഹസ്യം കൂടി ഇവിടെ പറയേണ്ടി വരും. അതും കൂടി ഞാനങ്ങ് പറയാം. ജനം ചാനലിനോട് മാത്രം അത് റിവീൽ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനവിടെ ചെന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനവിടെ പോയി ആദ്യം വോട്ട് ചോദിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണനോടാണ്. ഞാനവിടെ പോകുന്നു, ഞാൻ ആദ്യത്തെ എൻ്റെ എൻട്രിയാണ്. ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. അനൗൺസ്മെൻറ്റൊക്കെ വരുന്ന ആ സമയമാകുമ്പോഴേക്കും ഞാനവിടെ ചെല്ലുന്നു. എന്നോട് ഓക്കെ പറഞ്ഞപ്പോൾ ഞാനവിടെ ചെന്ന് ഭഗവാനോട് അങ്ങയുടെ വോട്ട് എനിക്ക് തരണം എന്ന് പ്രാർത്ഥിച്ച് ഞാൻ മടങ്ങുകയാണ്. ഞാൻ മടങ്ങുമ്പോൾ ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ മുൻവശം എത്തുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്ത് പറയുന്നു, പ്രത്യേകിച്ച് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ സൂചിപ്പിച്ച ആ മാർക്കറ്റിംഗ് ഭീകരൻ എന്ന് പറയുന്ന എൻ്റെ പെങ്ങളുടെ മകൻ, അദ്ദേഹം പറഞ്ഞു, നമുക്കിവിടെ നിന്നിട്ടൊരു വീഡിയോ എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ശരി, വീഡിയോ എടുക്കാം. എന്താണ് മനസ്സിൽ തോന്നുന്നത് അത് പറയാൻ പറഞ്ഞു. ആ സമയത്താണ് ഞാൻ ഈ ഭഗവാൻ എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു പഠനം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് കഴിഞ്ഞ 50 വർഷമായിട്ട് ഗുരുവായൂർ എന്ന് പറയുന്നത്
ഈ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രത്തിൽ കഴിഞ്ഞ 50 വർഷമായിട്ട് എന്തുകൊണ്ട് ഗുരുവായൂരപ്പനോട്, ഗുരുവായൂർ ക്ഷേത്രത്തോട് താല്പര്യമുള്ള ഒരാളെ MLA ആക്കുന്നില്ല എന്ന ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. കാരണം ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഗുരുവായൂർ ക്ഷേത്രമാണ്. അത് ആര് നിഷേധിച്ചാലും സാധ്യമല്ല. ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രം തന്നെയാണ്, ഗുരുവായൂരപ്പൻ തന്നെയാണ്. ഗുരുവായൂർ മണ്ഡലത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രമാണ്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ബാക്കിയെല്ലാം നടക്കുന്നത്. അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് എൻ്റെ പഠനവും ഭഗവാന്റെ ഇച്ഛയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവിടെ വെച്ച് ഈ കാര്യങ്ങളങ്ങ് പറഞ്ഞു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാനൊരു മതത്തിനെതിരായിട്ടും സൂചിപ്പിച്ചിട്ടില്ല, ഞാനൊരു ഒരു വിഭാഗത്തിനെതിരായിട്ടും ചോദിച്ചിട്ടില്ല. ഹിന്ദു എന്ന ഒരു വാക്ക് പറഞ്ഞാൽ എന്താ ഇത്ര വിഷയം, എന്താ ഇത്ര വിഷമം, എന്തുകൊണ്ടാണ് ഹിന്ദു എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? എൻ്റെ വീഡിയോയിൽ ഞാനൊരു മതവിഭാഗത്തെയും എതിർത്തിട്ടില്ല. 50 വർഷമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കത്തിക്കുന്ന വിളക്ക് ഹറാമാണ് എന്ന് പറയുന്നവർ, കാരണം വിളക്ക് ഹറാമാണെന്ന് പറയുന്നവരാണല്ലോ മുസ്ലിം ലീഗ്. അതല്ലെങ്കിൽ അവർ പറയട്ടെ ഞങ്ങൾക്ക് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിശ്വാസമുണ്ട്, പറയാൻ പറ്റുമോ? ഇല്ല. വിളക്ക് ഹറാമാണെന്ന്, ഹറാമല്ല, ഗുരുവായൂർ കത്തിക്കുന്ന വിളക്ക് ഹറാമായിട്ട് ഞാൻ കാണുന്നില്ല, പറയാൻ പറ്റുമോ? പറയട്ടെ, പറയുന്നില്ല. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ അവിടെ ജയിച്ചു കഴിഞ്ഞ 10 വർഷമായി ജയിച്ചു വന്ന ആളുകൾ വിശ്വാസ വിരോധികളാണ്, ശബരിമല കൊള്ളയടിച്ചവരാണ്, ഗുരുവായൂരിലും എല്ലാ അർത്ഥതലങ്ങളിലും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ വിശ്വാസവിരുദ്ധരും ക്ഷേത്രം ഹറാമാണെന്നും ക്ഷേത്ര വിളക്ക് ഹറാമാണെന്നും ഇനി ക്ഷേത്രത്തിൽ വേണ്ട വിളക്ക് കത്തിക്കുന്നത് ഹറാമെന്ന് പറയുന്ന ആളുകളാണ് 50 വർഷമായിട്ട് ആ ഗുരുവായൂരിൽ തിരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ട്? എന്താ അവിടെ ഇതല്ലാത്ത വിഭാഗം ഇല്ലേ? വളരെ പച്ചയായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇനി സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ വന്നാൽ, പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ വന്നാൽ വലിയ വ്യത്യാസമൊന്നുമില്ലെന്നേ. അവിടെ ഏതാണ്ട് അവിടെ 50-50 അപ്പോൾ അതിനകത്തൊരു പോയിൻ്റ് കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഇത് പറഞ്ഞുകൂടെ? ഇത് പറഞ്ഞാൽ എങ്ങനെ അതൊരു വർഗീയതയാവും? സത്യസന്ധമായ കാര്യം പറയണ്ടേ? ഞാൻ വളരെ കൃത്യമായിട്ടൊന്ന് ചാനലിനോട് ഈ പുലരിയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 75 വർഷമായിട്ട് ഈ കേരളത്തിൽ വ്യാജ മതേതര രാഷ്ട്രീയമാണ്. വ്യാജ മതേതര രാഷ്ട്രീയത്തിന് വികസനം കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് കേരള രാഷ്ട്രീയം മാറുകയാണ്. വികസനത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടായേ പറ്റൂ. അത് മുഖം നോക്കി പറയാൻ കഴിയണം. അവിടെ നമുക്ക് ചളിപ്പൊന്നും ആവശ്യമില്ല. ഈ വ്യാജ മതേതരത്വത്തിൻ്റെ പേരിൽ ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിയെയും ഒരു ഭാഗത്ത് NDFനെയും അല്ലെങ്കിൽ PDPയെയും കൊണ്ടു നടക്കുന്നവർക്ക് ഒരു വിഷമവുമില്ല. നമ്മൾ മാത്രം ഈ വ്യാജ മതേതരത്തിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് വികസനത്തിൻ്റെ മാറാത്തത് മാറും എന്ന ബഹുമാനപ്പെട്ട BJP സംസ്ഥാന പ്രസിഡന്റ്, ഒരു മിനിറ്റ് ഞാൻ തീർക്കട്ടെ, ബഹുമാനപ്പെട്ട BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹം ഈ മാറാത്തത് മാറും എന്ന് പറയുന്നത് കേരളത്തിൽ വികസനമില്ലായ്മയാണ്. കാലങ്ങളായി കേരളത്തിൽ വികസനമില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ ഈ ഇടതും വലതും ഇങ്ങനെ ഈ വ്യാജ മതേതരത്വമായി പോവാണ്. അത് മാറണം. വികസനത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടാവണം. വികസനം ഉണ്ടാവണമെങ്കിൽ ഹിന്ദുത്വം, അടിസ്ഥാനപരമായി ഹിന്ദുത്വ രാഷ്ട്രീയം ഉണ്ടാവണം. ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ഗുജറാത്തിൽ, വികസനമുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രീയമാണ് UPയിൽ, വികസനമുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം. ഈ ഹിന്ദുത്വം എന്ന് പറയുമ്പോൾ അത് മതമല്ല. ഹിന്ദുത്വം എന്ന് പറയുന്നത് വികസനമാണ്. സബ്കാ സാത്ത് സബ്കാ വികാസ്. അത് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പോടെ ഒരു വികസനത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിലുണ്ടാവാൻ പോവാണ്. അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം. ഒരു മതത്തിനും എതിരല്ല. വളരെ വ്യക്തമാണ്. ചോദിച്ചോളൂ. വളരെ വ്യക്തമാണ്. അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, ഒരു കാര്യം, എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഒരു വിശകലനം എന്തായാലും നടത്തിയിട്ടുണ്ടാകും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, തെരഞ്ഞെടുപ്പിന് മുമ്പ് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചു. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഉന്നയിച്ച വിഷയം തന്നെയായിരുന്നു ഗുരുവായൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അത് തന്നെയാണ് നമ്മളിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്താണ് ഒരു വിലയിരുത്തൽ? ഏത് തരത്തിലാണ് വോട്ടെടുപ്പിന് ശേഷം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഏത് തരത്തിലാകും, ഗുരുവായൂർ മണ്ഡലം എങ്ങനെയാകുമെന്ന് ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടാകുമല്ലോ, അതുകൂടി പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കാം. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ BJP
അത്ഭുതങ്ങൾ ഉണ്ടാക്കും. NDA സ്ഥാനാർത്ഥി എന്ന നിലയിൽ അത്ഭുതമുണ്ടാവാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഏത് പ്രസ്ഥാനത്തിനും ആ പ്രസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഹാർവസ്റ്റാണ്. നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പൊളിറ്റിക്കൽ ഹാർവസ്റ്റുണ്ട്. ആ പൊളിറ്റിക്കൽ ഹാർവസ്റ്റിന് പര്യാപ്തമായ വിധത്തിലുള്ള ഒരു സംഘടനാ ശേഷിയും നമുക്കുണ്ടാവണം. പരമാവധി അവിടെയുള്ള എല്ലാ പ്രവർത്തകരും അവരുടെ ശേഷി വെച്ച് 24 മണിക്കൂറും പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വലിയ ഒരു അത്ഭുതം, രാഷ്ട്രീയ അത്ഭുതം ഗുരുവായൂരിലുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ബി ഗോപാലകൃഷ്ണൻ, രാഷ്ട്രീയമായിട്ടുള്ള മറ്റു ചില കൺസോൾട്ടേഷനും അവിടെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ വിശകലനത്തിൽ. താങ്കൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലേക്ക് ഞാൻ പോവുകയാണ്. അവിടെ ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല, അവിടെ ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞല്ലോ. അത് തീർത്തും കേരളത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗുരുവായൂരിൽ കണ്ണന്റെ മഞ്ചാടിക്കുരുവരം കൊള്ളയടിച്ചു. ആ വാർത്തകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഗുരുവായൂരിലെ വികസന മുരടിപ്പ് അത് കേരളം മുഴുവൻ കണ്ടതാണ്. അപ്പോൾ തീർച്ചയായും അവിടെ ഒരു മാറ്റത്തിനുള്ള സമയമായി കഴിഞ്ഞു, എന്നേ ആയിക്കഴിഞ്ഞു. അപ്പോൾ എന്താണ് താങ്കളുടെ ഗുരുവായൂർ മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ബി ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ താമര വിരിയിച്ചാൽ, MLA ആയാൽ ഞങ്ങൾക്കെല്ലാം പ്രതീക്ഷിക്കാവുന്ന വികസന നേട്ടങ്ങൾ അതെന്തൊക്കെയായിരിക്കും? ആദ്യം ഞാൻ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തത്, ഈ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്ന തീർത്ഥാടകർക്ക്, അത് ഏതൊക്കെ ഭാഗത്തുനിന്ന് വരുന്നോ അവർക്കെല്ലാവർക്കും കുടിവെള്ളം കൊടുക്കണം. ആ കുടിവെള്ളം എന്ന് പറയുന്നത് ഗുരുവായൂരിലില്ല. ഗുരുവായൂരിലുള്ള കുടിവെള്ളം എന്ന് പറയുന്നത് ബാക്ടീരിയ നിറഞ്ഞ കുടിവെള്ളമാണ്. അല്ലെ കുപ്പിവെള്ളം നമ്മൾ മേടിക്കണം. ഗുരുവായൂരിൻ്റെ സമീപ പ്രദേശത്തെ കിണറുകളിൽ ബാക്ടീരിയയാണ്. അവിടെ മനുഷ്യാവകാശ കമ്മീഷൻ മുനിസിപ്പാലിറ്റിക്കും ദേവസ്വത്തിനെതിരെ കേസെടുക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ കുടിവെള്ളം എന്നുള്ളത് 1. 2, ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് അഴുക്കുചാലിൻ്റെ മുകളിലാണ്. ഇതൊന്നും ആർക്കും അറിയില്ല, അവിടെ പോയാലേ നമുക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഗുരുവായൂരപ്പൻ മൂക്ക് പൊത്തിയിട്ടാണ് ഇരിക്കുന്നതെന്ന്. ദുർഗന്ധമാണ്. ഈ ദുർഗന്ധം ഈ ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശത്ത് വലിയ തോട് എന്ന് പറയുന്ന തോട് അതിൻ്റെ സമീപ പ്രദേശത്തു കൂടി പോവുകയാണ്. ഈ വലിയ തോട് എന്ന് പറയുന്നത് വിഷമാണ്. ആ വലിയ തോട്ടിൽ അത് ഈ ഗുരുവായൂരിലുള്ള മുഴുവൻ ലോഡ്ജസിൻ്റെയും മുഴുവൻ ഇത്തരം ഏർപ്പാടുകളുടെ എല്ലാം ഈ മാലിന്യം ഈ വലിയ തോട്ടിലേക്കാണ് ഇറക്കി വിടുന്നത്. ഈ വലിയ തോടെന്ന് പറഞ്ഞാൽ ഈ ഗുരുവായൂരിൻ്റെ ഈ 100 മീറ്ററിലൊക്കെ പെടുന്നതാണ്. എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ ഒഴുകി, വെള്ളമല്ല അത് വിഷമാണത്. അതിൻ്റെ നിറം തന്നെ നിങ്ങളൊക്കെ പോയി ജനം ചാനലൊക്കെ പോയി ഒന്ന് റിസർച്ച് ചെയ്തെടുക്കണം. കറുത്ത കളറാണ്. ഇതിങ്ങനെ പോയി അങ്ങനെ ചക്കങ്കണ്ടം എന്ന് പറയുന്ന ഒരു പാടത്തേക്ക് പോകുന്നു. ആ ചക്കങ്കണ്ടം ഭാഗത്ത് ആളുകൾക്ക് ജീവിക്കാൻ വയ്യ. ഈ ഗുരുവായൂർ നിവാസികളുടെ വീടിൻ്റെ മുന്നിൽ കൂടെയാണ് അത് പോകുന്നത്. എന്തുകൊണ്ട് ഈ ദുർഗന്ധം വമിക്കുന്ന ഈ ഒരു വലിയ തോട് എന്തുകൊണ്ട് ശുദ്ധമാക്കിക്കൂടാ? 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, ഞാൻ ഗുരുവായൂർ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് എന്ന് ഞാൻ പറഞ്ഞു. ലോകം മുഴുവനുള്ള ആളുകൾ വരുന്നു, കേരളത്തിലെ ആളുകൾ വരുന്നു. ഏതാണ്ട് 6 മണിക്കൂർ, 8 മണിക്കൂർ, 24 മണിക്കൂർ പോലും അവിടെ ക്യൂ ആണ് ഭഗവാനെ കാണാൻ. എന്തെങ്കിലും ഒരാൾക്ക് ഒരു അപകടം പറ്റി, ഒരു ദേഹാസ്വസ്ഥ ഉണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ പ്രചരണത്തിനിടയിൽ ഒരാൾ ഇങ്ങനെ ഭഗവാനെ കാത്തിരുന്ന് തലകറങ്ങി വീണ ആളെയും കൊണ്ട് ഓടിക്കൊണ്ടുപോകുന്നത് എവിടേക്കാണ്? തൃശ്ശൂർക്കാണ്. 25 കിലോമീറ്റർ അപ്പുറത്തുള്ള തൃശ്ശൂർക്കാണ് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് ഒരു ഗുരുവായൂരപ്പൻ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നുകൂടാ? അല്ലെങ്കിൽ ഒരു ഗുരുവായൂരപ്പൻ മെഡിക്കൽ സെൻറ്റർ കൊണ്ടുവന്നുകൂടാ? അവിടെ ഒരു ആശുപത്രി എന്ന് പറഞ്ഞിട്ട് ഒരു ദേവസാശുപത്രി ഉണ്ട്. നായ്ക്കൾ പട്ടികൾ പോലും പോകില്ല, ഒരാളും പോകില്ല ആ ആശുപത്രിയിൽ. അപ്പം ഇവിടെ ഈ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സമ്പന്നനാണ്, ഏറ്റവും കൂടുതൽ ആസ്തിയുണ്ട്. എന്തുകൊണ്ട് ഗുരുവായൂർ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നുകൂടാ? അതെൻ്റെ ഒരു ലക്ഷ്യമാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുമായിട്ട് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്താൽ ഒരു മെഡിക്കൽ കോളേജിനോ അല്ലെങ്കിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്ററിനോ ഏറ്റവും സ്കോപ്പുള്ള സ്ഥലമാണ്, ചെയ്യേണ്ടതാണ്. അതാണ് അടുത്തത്. മറ്റൊരു കാര്യം, ഈ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ ശ്രീകൃഷ്ണ ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്രവും തൊട്ടപ്പുറത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയം പാലയൂർ പള്ളിയുണ്ട്. ആ പാലയൂർ പള്ളിയും പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു സ്വാമിയുടെ പാദസ്പർശം കൊണ്ട്
ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള മണത്തല ശിവക്ഷേത്രമുണ്ട്, വിശ്വനാഥ ക്ഷേത്രമുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ ചാവക്കാട് ബീച്ചാണ്. ചാവക്കാട് ബീച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഈ 50 വർഷമൊക്കെ ഇവന്മാർ എന്താ ചെയ്തത്. ചാവക്കാട് ബീച്ച് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ചാണ്. പൊന്നാനിയും ചെറായിയും ആ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ, എറണാകുളം വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഇത്ര മനോഹരമായ ബീച്ചില്ല. പക്ഷെ ആ ബീച്ചിൽ ചെന്നാൽ നായ്ക്കളാണ്. സമയക്കുറവ് മൂലം ഞങ്ങൾ ഒരു ചോദ്യം കൂടി ഞങ്ങൾ ഇടപെടുകയാണ്. ഗോപാലകൃഷ്ണൻ, ഒരു കാര്യം കൂടി കേൾക്കാമെങ്കിൽ ഒരു കാര്യം കൂടി ഞങ്ങൾ ചോദിക്കുകയാണ്. അങ്ങ് പറഞ്ഞത് ആ വിഷയം വളരെ പ്രസക്തമായി നിൽക്കുന്നു. കാരണം UDF അധികാരത്തിലേക്ക് എത്തുമെന്നുള്ള പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകളൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴേ പറയുകയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾക്ക് വേണം. അങ്ങ് പറഞ്ഞ അതേ വിഷയം സജീവമായി നിലനിൽക്കുകയാണ്. അത്തരത്തിലുള്ള മതത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ സംസ്ഥാനത്തെ ഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഭൂരിപക്ഷം ലഭിച്ചാൽ ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം, അതുമാത്രമല്ല ഒരു പടി കൂടി അവർ കടത്തി പറഞ്ഞിട്ടുണ്ട്. അതായത് ദേവസ്വം ബോർഡുകളിൽ ഇതര മതസ്ഥരും ഉൾപ്പെടുത്തും എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളും ഒക്കെ വരുന്നു. എങ്ങനെ കാണുന്നു ഈ അവകാശവാദങ്ങളെ? വളരെ വളരെ ഗൗരവമായിട്ട് കാണണം. വളരെ ഗൗരവമായിട്ട് കാണണം. മുസ്ലിം ലീഗ്, മുസ്ലിം എന്ന് പറയാൻ മതം മാത്രമാണ് ഞങ്ങളുടെ മുഖമുദ്ര, 10 വർഷം ഞങ്ങളുടെ സമുദായത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കും എന്ന് പരസ്യമായി പറഞ്ഞത് മതേതരത്വം. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി മതേതരത്വം. ഇപ്പം പുതിയൊരു വാദമുണ്ട്, ഗുരുവായൂർ ക്ഷേത്രം എല്ലാവരുടെയുമാണ്. ഇവർ പുതിയ വാദം ഉണ്ടാക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രം എല്ലാവരുടെയുമാണ്. അതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി വരും. മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി വരുമ്പം ആദ്യം കൊണ്ടുവരാൻ പോകുന്നത് ഏതെങ്കിലും വിവരദോഷികൾ മുസ്ലിം ലീഗ് ചേർന്നിട്ടുണ്ടെങ്കിൽ അവന്മാരെയൊക്കെ ആയിരിക്കും. പക്ഷെ ഒരിക്കലൊരു അവകാശം ആ പാർട്ടിക്ക് കൊടുത്താൽ അത് പാർട്ടിക്കുള്ള അവകാശമായിട്ട് മാറും. അത്യന്തം ഗുരുതരമാണ്. വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് കേരള രാഷ്ട്രീയം പോകുന്നത്. കാരണം കോൺഗ്രസ് നാമാവിശേഷമായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഭീകരന്മാരുടെ തടവറയിലാണ്. ഇവിടെ ജനങ്ങളുടെ സ്വായത്തമായ സംസ്കാരവും പാരമ്പര്യവും സംരക്ഷിക്കാൻ ഒരു പാർട്ടിയുള്ളൂ, ആ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വ്യാജ മതേതര രാഷ്ട്രീയത്തിൻ്റെ അന്ത്യം കുറിക്കേണ്ട സമയമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. വലിയ തോതിലുള്ള BJP മുന്നേറ്റം ഉണ്ടാവും. അപ്പം ഈ വ്യാജ മതേതര രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിൻ്റെ കയ്യിലേക്ക് കേരള രാഷ്ട്രീയത്തെ കൊടുക്കുന്നത്. അത് അത്യന്തം അപകടകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. അത് വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥ കൂടിയാണ്. അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. മറ്റൊരു ജമ്മു കാശ്മീരായി കേരളം മാറുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. മറ്റൊരു ജമ്മു കാശ്മീരായിട്ട് ഇവിടുത്തെ സാമുദായിക സംഘടനകളും മറ്റു പല സംഘടനകളും, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരിക്കലൊന്നും മനസ്സിലാക്കില്ല. കാരണം അവർക്ക് അധികാരം മതി. അല്ലെങ്കിൽ പിന്നെ VD സതീശൻ ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെ പോവോ? ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ്. ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യൻ പാരമ്പര്യത്തിനെതിരാണ്, ഇന്ത്യൻ സംസ്കാരത്തിനെതിരാണ്. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ആ 5 കാര്യത്തിൽ അവസാനത്തെ ഒരു കാര്യം പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല. അതൊന്ന് പറഞ്ഞോട്ടെ. ഈ കേരളത്തിലെ, ഈ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആളുകൾ വരുന്നുണ്ട് ദർശനത്തിന്. നമ്മൾ ഗുരുവായൂർ ചെല്ലുമ്പം 24 മണിക്കൂർ ക്യൂ ഇരുന്ന് ഒരു പച്ച വെള്ളം, ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി, ഒരു ഗ്ലാസ് ചായ അവർക്ക് കൊടുക്കുന്നില്ല ഈ ദേവസ്വം. ഈ ആളുകൾ ഇങ്ങനെ വരിയായി നിന്ന് അവസാനം ദർശനത്തിന് സമയമാകുമ്പം ഒരു ഉന്താണ്, മതി പൊക്കോ 24 മണിക്കൂർ കാത്തിരുന്നിട്ട് ഒരു സെക്കൻഡ് ഭഗവാനെ കാണാൻ കഴിയാത്ത ഒരു വ്യവസ്ഥയാണ് ഇപ്പോൾ ഗുരുവായൂരുള്ളത്. അത് മാറണം. ഇങ്ങനെയല്ല അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ ദർശനത്തിൻ്റെ ഏർപ്പാടുകൾ ചെയ്യേണ്ടത്. ഇവരുടെ താല്പര്യം അനുസരിച്ചാണ് ഇപ്പോൾ ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാവണം. വീണ്ടും ഞാൻ നിങ്ങൾ ചോദിച്ച പൊളിറ്റിക്കൽ ചോദ്യത്തിലേക്ക് വരുന്നു. ഒരു സംശയവുമില്ല, മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയം റാഞ്ചാൻ പോവുകയാണ്. മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയം റാഞ്ചിക്കൊണ്ടു പോവുകയാണ്. മുസ്ലിം ലീഗ് റാഞ്ചിയാൽ ആ റാഞ്ച് ഇവിടുത്തെ ഭീകരവാദികൾക്കുള്ള രാഷ്ട്രീയമായിട്ട് കേരളം മാറാൻ പോവാണ്. ഗുരുതരമായ പ്രതിസന്ധിയായിരിക്കും ഇവിടുത്തെ ക്രൈസ്തവരും
ഇവിടുത്തെ ഹിന്ദുക്കളും നേരിടാൻ പോകുന്നത് എന്ന് ഞാൻ കൃത്യമായി പറയുന്നു. ഒപ്പം ദേശീയതയെ ഇഷ്ടപ്പെടുന്ന, സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവർക്കും വല്ലാത്ത നൊമ്പരമുണ്ടാവും. പക്ഷേ അടിസ്ഥാനപരമായി വലിയ നഷ്ടം ഹൈന്ദവ ക്രൈസ്തവ ശക്തികൾ ജനങ്ങൾക്ക് കേരളത്തിലുണ്ടാവും. അതുകൊണ്ട് ഈ വ്യാജ മതേതര കേരള രാഷ്ട്രീയത്തിൽ നിന്ന് വികസനത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് വരണം. കേരളം അങ്ങനെ മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ, ഇനി ഒരു രസകരമായ ചോദ്യമാണ്. വക്കീലാണ്, എഴുത്തുകാരനാണ്, രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയ നേതാവാണ്, ഡാൻസറാണ്, ഗായകനാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? നിരാശപ്പെടുത്തരുത്, 2 വരി പാടിക്കൊണ്ട് നമുക്ക് ഈ മനോഹരമായ സംഭാഷണം അവസാനിപ്പിക്കാം. അതെ, തീർച്ചയായും. ഞാനൊരു ഗായകനൊന്നും അല്ല, എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട പല പാട്ടുകളുമുണ്ട്. പാട്ട് കേൾക്കാൻ എനിക്കിഷ്ടമാണ്, പാട്ട് പാടാൻ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല. ഞങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾ നിർബന്ധിക്കുമ്പം ഞാൻ ഏത് പാട്ട് പാടണം എന്ന് ആലോചിക്കുകയാണ്. ശരി, 2 വരി മതിയല്ലോ? മതി, ധാരാളം. 2 വരി കൂടുതൽ പറയരുത്. ഇല്ല, ഈ ഞായറാഴ്ച കൂടുതൽ മധുരതരമാക്കട്ടെ. സ്വർഗങ്ങളെ എന്നൊരു പാട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരി, അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനം പാടിയ ഭഗവാനിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പാട്ടുണ്ട്. പാട്ടല്ല, അത് ശ്ലോകമാണ്. അത് തന്നെ ഇവിടെയും പാടാം. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്ദാപഹാരി മുരാരേ ദ്വാപരചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരി എവിടെ പീലിത്തിളക്കവും പോലെ കുഴൽ പാട്ടും അമ്പാടി പൈക്കളും എവിടെ എല്ലാം ഭഗവാനെ ഇതാണോ പാടാൻ അറിയില്ല എന്ന് പറഞ്ഞത്? ഇത്ര മധുരകരം, ഇത്രയും ചുമയും വെച്ചിട്ട് ഇത്ര മനോഹരമായി പാടി. വളരെയധികം നന്ദി, വളരെയധികം സ്നേഹം. ഞങ്ങൾക്ക് എന്നും വേണം ഈ ഗുരുവായൂരും ഈ ഗോപാലകൃഷ്ണനും. ഞങ്ങൾക്ക് ഭയങ്കര ചുമയാണ്. കണ്ണ് ഇഷ്ടമുള്ള ആളാണ് കേട്ടോ ഞങ്ങൾക്ക്. ശരി, വളരെയധികം നന്ദി. നമസ്തേ. അങ്ങനെ നമ്മുടെ ഈ പ്രഭാതത്തെ കൃത്യമായ നിലപാടുകൾ, വ്യക്തമായ അഭിപ്രായങ്ങൾ, അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു. എന്തായാലും വിജയ പ്രതീക്ഷയിലാണ്. വിജയം സമ്മാനിക്കാൻ കഴിയട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്.